ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. പിന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. നമ്മുടെ പെരുന്നാൾ സ്പെഷ്യലാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ട് കിച്ചണിൽ കുറച്ച് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ഇന്ന് പെരുന്നാളിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് കൂടുതൽ കൊച്ചുള്ളിയും കറിവേപ്പിലയൊക്കെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് താളിച്ച് തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വിത്ത് ബോൺ, നമ്മുടെ ബീഫ് കറിയാണ്. പിന്നെ തിക്കിടി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള തിക്കിടി. ഇതിനെ നമ്മൾ തിക്കിടി എന്നാണ് പറയുന്നത്. ഇത് എല്ലാ ജില്ലകളിലും അത്ര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിഷല്ല. പക്ഷെ നമ്മുടെ ഈരാറ്റുപേട്ട, കോട്ടയം, നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ വളരെ പെരുന്നാൾ ദിവസങ്ങളിൽ വളരെ സ്പെഷ്യലായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ കഴിക്കുന്ന നമ്മുടെ ഒരു ഡിഷാണ്. അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് നമ്മുടെ പിടിയുണ്ടല്ലോ, ആ ഒരു പിടിയുടെ വേറൊരു വേർഷനാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തേങ്ങാപ്പാലിൽ റെഡിയാക്കി എടുക്കുന്ന നമ്മുടെ റൈസ് ബോൾസ്, അതാണ് സംഭവം. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കഴിക്കുന്നത് തിക്കിടിയാണ്. അപ്പോൾ നൈസ് പത്തിരിയുണ്ട്, പത്തിരിയും തിക്കിടിയും ബീഫ് കറിയും തേങ്ങാപ്പാലുമാണ് ഇന്നത്തെ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷേ ഞാൻ തിക്കിടിയാണ് കഴിക്കുന്നത്, കാരണം എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റവും. പിന്നെ പത്തിരി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡാണ്. ഈ തിക്കിടി എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് റെഡിയാക്കുന്ന ഒരു ഐറ്റം അല്ല. പെരുന്നാളുകളിലും അങ്ങനെ വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം നമ്മൾ റെഡിയാക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തിക്കിടിയും പിന്നെ എനിക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ എനിക്ക് വേണ്ട ആവശ്യത്തിനുള്ള ബീഫ് കറിയും കൂടി ഞാൻ ഒഴിച്ചു. വളരെ ടേസ്റ്റാണ്. നല്ല കുറച്ച് കൂടുതൽ തേങ്ങാപ്പാലിൽ നമ്മൾ തിക്കിടി റെഡിയാക്കി എടുത്തു. പിന്നെ കുറച്ച് സ്പൈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബീഫ് കറിയും റെഡിയാക്കി. കാരണം ബീഫ് കറിയിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടില്ല. കാരണം എന്താ പറയുക, വളരെ കുറച്ച് സ്പൈസി ആയിട്ട് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ തിക്കിടിയൊക്കെ കഴിക്കുന്നതിനിടയിൽ തന്നെ ഒരു കപ്പ് ചൂട് ചായയും കൂടി എടുത്തു. ഞാൻ പത്തിരി കഴിക്കുന്നില്ല. കാര്യം എന്താ വെച്ചാൽ തിക്കിടി കഴിച്ചപ്പോൾ തന്നെ വയറ് ഓൾമോസ്റ്റ് ഫില്ലായി. ഇനിയിപ്പോൾ പത്തിരി എന്ന് പറയുന്നത് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പെരുന്നാളായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം എന്തെങ്കിലും കുറച്ച് മധുരം കഴിക്കാൻ തോന്നി. മധുരം കഴിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോണറ്റ്സ് ഉണ്ടായിരുന്നു. ചോക്ലേറ്റ് ഡോണറ്റ്സ്, അതുപോലെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൽ, വൈറ്റ് ചോക്ലേറ്റിൽ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ നമുക്ക് ഡോണറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കസിൻസ് വന്നപ്പോഴത്തേനും മക്കൾക്ക് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ ഇത് നല്ല മധുരമാണ്, പിന്നെ ഭയങ്കര ഹൈ ക്വാളിറ്റി ഡോണറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി കട്ട് ചെയ്ത് ഷെയർ ചെയ്ത് കഴിച്ചു. നമുക്ക് ഒരെണ്ണം കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു ഡോണറ്റ്, ഇത് വളരെ ക്യാരാമൽ വളരെ ക്രഞ്ചി ആയിട്ട് വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഉള്ളിലും വൈറ്റ് ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ മധുരമായിട്ട് ഇതാണ് എടുത്തത്. അപ്പോൾ അതിനുശേഷം ഇനി അടുത്തത് നമ്മുടെ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി അടുത്തത് നമ്മൾ പെരുന്നാൾ സ്പെഷ്യൽ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കയറുകയാണ്. അപ്പോൾ പറ്റുന്നത് പോലെ കിച്ചണിലെ വളരെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് പെരുന്നാളിന് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ മസാല, ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ കംപ്ലീറ്റ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ്, നമ്മൾ ഗീ റൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ജീരകശാല റൈസിലാണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ലോങ് ഗ്രെയിൻ റൈസിൽ വെക്കുന്നതിനേക്കാളും ഇക്കാക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത് നമ്മൾ ആ സ്മോൾ ഗ്രെയിൻ റൈസിൽ വെക്കുന്നതാണ്. പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഓരോരോ ഐറ്റംസ് നമ്മൾ സൈഡിൽ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുന്തിരിയും കശുവണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ ഗീ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേനും വീട്ടിൽ അമ്മച്ചി എടുത്ത ഹോം മെയ്ഡ് ഗീ, അതും നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഗീ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഉപ്പുമാവിന്, അതുപോലെ തന്നെ നെയ്ച്ചോറിന്, ബിരിയാണിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം
നമുക്ക് ദം ഇടാൻ പോവുകയാണ്. നമ്മൾ ഒരുപാട് ലെയറായിട്ട് ബിരിയാണി ദം ചെയ്യുന്നില്ല. ആദ്യം ചിക്കൻ്റെ ഒരു തിക്കായിട്ട് ഒരു ലെയർ കൊടുക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഗീ റൈസ് ബിരിയാണി റൈസ് ഇടുന്നു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലെയർ ചെയ്യാണ്. കാര്യം നമുക്ക് ബിരിയാണിക്കൊക്കെ മസാല ഒരുപാട് വേണ്ട, ആവശ്യത്തിന് മസാല മതി. അതുകൊണ്ട് തന്നെ പല ലെയർ ഇടുമ്പോഴത്തേനും മസാല കുറച്ച് കൂടുമെന്ന് ഡൗട്ടുള്ളത് കൊണ്ട് നമ്മൾ താഴെ മാത്രം ഒരു ലെയർ ചിക്കൻ വിത്ത് മസാലയെ കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ കുറച്ച് തിക്കായിട്ട് ഗീ റൈസ് ഫില്ല് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ദം ചെയ്യാനുള്ള പരിപാടിയിലാണ്. കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കിലോ ബിരിയാണിയാണ് നമ്മളിന്നൊരു 3/4 കിലോ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. 1 കിലോ തികച്ചില്ല. ഒരു 3/4 കിലോ ബിരിയാണി നെക്സ്റ്റ് ഡേയിലും കൂടി ലഞ്ചിന് വേണ്ടിയിട്ട് ഈ സെയിം ബിരിയാണി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ദിവസത്തേനേക്കാളും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കുമല്ലോ നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ബിരിയാണി ആവി കയറ്റി കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ബിരിയാണി ചിക്കൻ വിത്ത് മസാലയൊക്കെ നമ്മൾ ലെയർ ചെയ്തു. അതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ടു. അതിനുശേഷം ബാക്കിയുള്ള ഗീയും കോക്കനട്ട് ഓയിലൊക്കെ ചേർത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബിരിയാണി അരി നമ്മൾ ലെയർ ചെയ്യാണ്. നമ്മുടെ റൈസ് കംപ്ലീറ്റ് ആയിട്ട് ലെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഓൾമോസ്റ്റ് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ലെയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ലെയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരം കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നേരം അങ്ങ് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിന് ശേഷം ബാക്കി കിച്ചണിലെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളിലേക്ക് നമ്മൾ ഐറ്റംസൊക്കെ മാറ്റും. അങ്ങനെ അതിന് ശേഷം നമ്മൾ റൈസൊക്കെ ലെയർ ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടി മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നീട് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ കിസ്മിസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഗീ ആഡ് ചെയ്യുകയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് പിന്നെ കുറച്ച് ഒരു പിഞ്ച് ഗരം മസാല പൊടിയും കൂടി നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ നേരം ഇരിക്കട്ടെ, ഒന്ന് ചൂടൊക്കെ ആവട്ടെ, ഒന്ന് ആവിയൊക്കെ കയറട്ടെ. അങ്ങനെ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി നമുക്ക് മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ഫിഷ് ബിരിയാണി എന്ത് വേണമെങ്കിലും വെക്കാം. എങ്കിലും എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് പെരുന്നാൾ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു. തിക്കിടിയും പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ടുള്ള വളരെ സ്പെഷ്യലായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് നാരങ്ങ അച്ചാറും ശർക്കരയും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഡേറ്റ്സ് വിത്ത് ലെമൺ പിക്കിൾ ബിരിയാണിക്ക് വേണ്ടി പെട്ടെന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ബിരിയാണിക്കെന്ന് പറയുമ്പോഴത്തേനും ഒരു മൈൽഡ് സ്വീറ്റ്നെസ്സോട് കൂടിയിട്ട് ചെറിയൊരു കയ്പ്പ് രസത്തോട് കൂടിയിട്ടുള്ള നാരങ്ങ അച്ചാർ ഭയങ്കര രസമാണല്ലോ. അപ്പം നമ്മൾ കുറച്ച് ജാഗറിയും അതുപോലെ തന്നെ ഡേറ്റ്സും ലെമണും ഒക്കെ ഇട്ടിട്ട് ഒരു തട്ടിക്കൂട്ട് പിക്കിൾ റെഡിയാക്കുകയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. തട്ടിക്കൂട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഭയങ്കര രുചിയായിട്ട് അച്ചാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം ഞാൻ എൻ്റെ ബിരിയാണി ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല ചൂടായി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ കിച്ചണിൽ നിന്ന് എല്ലാം മാറ്റി നമ്മളെല്ലാം കൂടെ കഴിക്കാനുള്ള ഒരു ടൈമായിട്ടുണ്ട്. അപ്പം നമ്മുടെ ബിരിയാണി ഒരുപാട് വിഭവസമൃദ്ധമായിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഒന്നുമില്ല. നമ്മൾ ഫിഷൊന്നും ഫ്രൈ ചെയ്യുന്നില്ല, കാരണം ബിരിയാണിയിൽ മസാല എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേബിളിലേക്ക് ബിരിയാണിയും അതുപോലെ തന്നെ നമ്മുടെ തൈരൊക്കെ ചേർത്തിട്ട് സവോള നമ്മൾ അപ്പോൾ ബിരിയാണിയിലേക്ക് നമ്മൾ തൈരൊക്കെ ചേർത്തിട്ട് കുറച്ച് പച്ചമുളകും സവോളയും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ട് കൂട്ടി കഴിക്കാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പപ്പടം, പിന്നെ നമ്മുടെ ഡേറ്റ്സ്, ലെമൺ പിക്കിള്, അങ്ങനെ എല്ലാം ടേബിളിലേക്ക് ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വിനേഗറിലിട്ടിട്ട് കുറച്ച് സവോളയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് അതാണ്. ഈ കേർഡിൽ ഇട്ട് ബിരിയാണിയുടെ കൂടെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതിനേക്കാളും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ
ഞാൻ കുറച്ച് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സും കൂടി എടുത്ത് അടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ സവോള വിനേഗറും അതുപോലെ തന്നെ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് ഞെരടി എടുത്തിട്ടുള്ള എൻ്റെ ആ ഒരു സംഭവം സാലഡും ആയിട്ടുണ്ട്. പിന്നെ ഇതാ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ബിരിയാണി വിളമ്പാണ്. അപ്പോൾ കൂടുതൽ റൈസും വളരെ കുറച്ച് മസാലയും 1-2 പീസ് ചിക്കനും വരുന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും ഓവറായിട്ട് മസാല പരണ്ടിരിക്കുന്നതിനേക്കാളും റൈസ് കൂടുതൽ വന്നിട്ട് ആവശ്യത്തിന് മസാല ചേർത്തിട്ടുള്ള ചോറ്. പിന്നെ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മുളക് പൊടി അധികം കാണിച്ചിട്ടില്ല. ഗ്രീൻ ചില്ലിയുടെ എരിവോട് കൂടിയിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക കോഴിക്കോട് സ്റ്റൈല്, തലശ്ശേരി കോഴിക്കോട് ആ ഒരു സ്റ്റൈല് ഒരു ചിക്കൻ ദം ബിരിയാണിയാണ്. പിന്നെ നമ്മുടെ ഇതാ ഡേറ്റ്സ്, ലെമൺ പിക്കിള്, പിന്നെ കേർഡ്, പിന്നെ ഒരു പേരിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് കേർഡൊക്കെ ചേർത്തിട്ടുള്ള കുറച്ച് സാലഡ്, പപ്പടം, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ ഫ്രൈ ചെയ്തില്ല. കാരണം നമ്മളിത് ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ പൊരിച്ചിട്ട് വെച്ച ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് സ്പെഷ്യലായിട്ട് ഇനിയും ചിക്കൻ ഫ്രൈ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ലഞ്ച്. പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ചിക്കൻ പൊരിച്ചിട്ട് വെച്ച ബിരിയാണി ആയതുകൊണ്ട് തന്നെ ആ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. മസാല ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഗ്രീൻ ചില്ലിയുടെയാണ് എരിവ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. പിന്നെ കുറച്ച് ഒരു പിഞ്ച് ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ കൂടുതൽ മഞ്ഞപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ, ആ ഒരു ബിരിയാണി ചിക്കൻ ഗ്രേവിയും മസാലയും അതുപോലെ തന്നെ പിക്കിളും സവോളയും പപ്പടവും എല്ലാം കൂടെ ചേർത്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി നമ്മൾ കഴിച്ചു. പിന്നെ വൈകുന്നേരം ഒരു 6:30-7 ഒക്കെ ആയപ്പോഴത്തേനും ബിരിയാണിയൊക്കെ കഴിച്ച് ആ ഒരു ക്ഷീണത്തിൽ നന്നായിട്ട് കിടന്നൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരു കപ്പ് ചൂട് ചായയും പിന്നെ കുറച്ച് കൂടുതൽ സ്നാക്സ് എടുത്തിട്ടുണ്ട്. നമ്മുടെ അച്ചപ്പം, ദിൽകുഷ്, അതുപോലെ തന്നെ കുറച്ച് ബട്ടർ കുക്കീസ്, റസ്ക്, അങ്ങനെ പല ഐറ്റംസ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വൈകുന്നേരം ഒരു ചൂട് ചായ നമ്മൾ കുടിക്കുകയാണ്. പിസ്ത ഓറിയൻറ്റഡ് എന്തോ ഒരു കുക്കീസാണ്, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബട്ടർ ഓറിയൻറ്റഡ് കുക്കീസാണ്, പക്ഷേ വളരെ ചെറിയ മധുരമൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയും അതുപോലെ തന്നെ സ്നാക്സും ഒക്കെ കഴിച്ചു. അതിനുശേഷം ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ കാണിച്ച പത്തിരി ഉണ്ടല്ലോ, ആ പത്തിരിയും അതുപോലെ തന്നെ ബീഫ് കറിയുമായിരുന്നു നമ്മൾ ഇന്ന് ഡിന്നറിന് വേണ്ടി എടുത്തിരുന്നത്. ഇതും വളരെ സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള തിക്കിടി, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ പത്തിരി, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുടെ സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, എൻ്റെ പെരുന്നാൾ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പെരുന്നാൾ സ്പെഷ്യൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.